ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൗലുഹു തആല യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വബശിറൻ വനദീറാ. ഈ കൗലാവുന്നത് അതിൻ്റെ ഖബറാണ്. അതിൻ്റെ ഐ എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിൽ വരുന്നത് അതിൻ്റെ ഖബറൈക്കാരം. ഇങ്ങനെയാണ് അതിൻ്റെ മാന. ഇതാവുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശമാവുന്നത്. എന്താണ്? യാ അയ്യുഹൻ നബിയു, ഏ നബിയായിട്ടുള്ളവരെ, ഇന്നാ നിശ്ചയം നമ്മൾ, അർസൽനാക തങ്ങളെ നാം ഈ ലോകത്തേക്ക് നബിയായി നിയോഗിച്ച നബിയെ ഏത് നിലയിൽ? ഷാഹിദൻ മുബശ്ശിറൻ വനദീറൻ. ആ മൂന്നിൻ്റെ തഫ്സീറാണ് വരാൻ പോകുന്നത്. ഐ ഷാഹിദൻ ലിർറുസുലി ബിത്തബ്ലീഗ്, മുൻകഴിഞ്ഞു പോയ എല്ലാ മുർസലീങ്ങൾക്കും അവരവർ തബ്ലീഗ് ചെയ്തിട്ടുണ്ട്, തൻ്റെ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിലേക്ക് ഒരു സാക്ഷിയായ നിലയിൽ. എന്താ കാരണം അറിയോ? നൂഹ് നബിയോട് ചോദിക്കും, നിങ്ങൾ ഉത്തരം നിർവഹിച്ചീനോ? മൂപ്പര് ആന്ന് അറിയുമ്പം സമുദായം പറയും, വെള്ളത്തിൽ മുക്കപ്പെട്ട സമുദായമല്ലേ, ആ കാഫിര്യങ്ങൾ പറയും, ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ല എന്ന് പറയും. അപ്പോൾ പിന്നെ നൂഹ് നബി അവിടെ ഇനി എന്താ പറയേണ്ടത്? നേരെ അതൊരു പരിങ്ങിയില്ല അവിടെ, ഇനിയത്തെ പറയണ്ട. അപ്പോൾ മുത്തുനബി പറയും, അവരൊക്കെ പറഞ്ഞ കള്ളന്മാരാണ്, മുഴുവൻ കള്ളന്മാരാണ്, നൂഹ് നബി പറഞ്ഞതാണ് ശരി, മൂപ്പര് ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നതാണ്. 909 കൊല്ലം മൂപ്പര് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നതാണ്. അപ്പോൾ ഈ നൂഹ് നബിക്ക് മാത്രമല്ല എല്ലാവർക്കും. പിന്നെ മുബശ്ശിറൻ, മുബശ്ശിറാ നിലയിലും സന്തോഷവാർത്ത അറിയിക്കുന്നവരാ നിലയിലും, ലിമൻ ആമന, വിശ്വസിച്ച ആളുകൾക്ക്. ചില ആളുകൾ ആമനബിൽ ജന്നാറിനാണ്ട് ബാഹുനൂത്തലൊക്കെ ആമനോടാന്ന് വിചാരിച്ചിരിക്കണം. അങ്ങനെയല്ല, മന്നാമനക്ക് മുബശ്ശിറാ നിലയിൽ. എന്തുകൊണ്ട് മുബശ്ശിർ ബിൽ ജന്നാ? ബാഹുനൂത്തലക്ക് മുബശ്ശിറിനോടാണ്, സ്വർഗം കൊണ്ട് പൊരി പറയിക്കുന്നവരാ നിലയിൽ. പിന്നെ ഇപ്പം നദീറൻ ലിമൻ കദ്ദബ, കളവാക്കാളികൾക്ക് താക്കീത് ചെയ്യുന്നവരാ നിലയിലും അവിടെയും തന്നെ അങ്ങനെ. കദ്ദബ പിന്നാർ നന്നുകാണ്ട് ബാഹുനൂത്തല കദ്ദബനോടാന്ന് വിചാരിക്കരുത്. പിന്നെയോ നാറ് കൊണ്ട് നദീർ ചെയ്യുന്നവരാ നിലയിലും അങ്ങോട്ടാണ്. ബാഹുനൂത്തലക്ക് നദീറിനോടാണ്. പിന്നെ അപ്പോൾ ദാഇയൻ, ക്ഷണിക്കുന്നവരാ നിലയിലും, ഇലല്ലാഹ്, അള്ളാഹിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇലാ തൗഹീദിഹി വതാഅത്തിഹി, അള്ളാഹ്ക്ക് അനുസരിക്കണം എന്നതിലേക്കും, വതാഅത്തിഹി, അള്ളാഹുവിലേക്ക് വഴിപ്പെടണം എന്നതിലേക്കും, ബിഇദ്നിഹി, അതായത്താട്ടോ ബിഇദ്നിഹി എന്ന്. ബിഇദ്നിഹി എന്ന് പറഞ്ഞാൽ ഐ ബി അംരിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. പിന്നെ വസിറാജം മുനീറാ, കെടാവിളക്കായ നിലയിലും. മുനീറായ വിളക്കാണ്, കെടാത്ത വിളക്ക്. സിറാജി സിറാജി എന്ന് കത്താത്ത വിളക്കൊന്നും സിറാജി അറിയും. ഇതങ്ങനെയല്ല, ഒരിക്കലും കെടാത്ത വിളക്കാണ്. പിന്നെ സമ്മാഹുല്ലാഹു സിറാജൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബിനെ പറ്റി വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾ? ലിഅന്നഹു യുഹ്തദാ ബിഹി, ആ നബി മുഖേന ചേരപ്പെടും. കസിറാജി, വിളക്ക് മുഖേന ചേരപ്പെടുന്നത് പോലെ. ഒരാൾക്ക് പോകാൻ കയ്യിൽ ടോർച്ച് ഉണ്ടായാൽ നമുക്ക് ഉദ്ദേശത്തോടെ എത്തിപ്പെടാൻ കഴിയും എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാതിരി ജീവിച്ചാൽ ഒരാൾക്ക് അവൻ്റെ ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്കും അള്ളാഹുലേക്കും ചേരാൻ പറ്റും. യുസ്തല്ലാഹു ബിഹി ഫിദ്ദുൽമാ, ഇരുളിൽ ആ സിറാജ് മുഖേന പ്രകാശിക്കപ്പെടുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടുക്കും ആക്കാത്. യുസ്തല്ലാഹു ബിഹി എന്നുള്ള നേരെ മുത്തനബിയിലേക്ക് അങ്ങോട്ടും വെക്കാം, അല്ല ഈ മുഷബ്ബഹ് ബിഹിമക്ക് ആക്കിങ്ങാണ്ട് സിറാജുമക്ക് ഇങ്ങോട്ടും വെക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൽബിലുള്ളതായിരിക്കുന്ന ഇരുളുണ്ട്, കുഫറും നിഫാക്കും അതുപോലെ തന്നെ ജഹലുമാവുന്ന ഇരുളാണ് നമ്മളെ കൽബിനകത്തുള്ളത്. അതൊക്കെയാണ് പോയിട്ട് ഈമാനും നൂറും തഖ്വയും ഇൽമും മാരിഫത്തും കൊണ്ട് കൽബ് പ്രകാശിക്കും. അപ്പോൾ രണ്ടിലേക്കുമാകാം. പിന്നെ ആ നബി മുഖേന പ്രകാശിക്കപ്പെടും ഇരുളിൽ. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നബിയെ അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന നബിയെ, ബിഅന്ന ലഹും, നിശ്ചയമായിട്ട് മുഅ്മിനീങ്ങൾക്കുണ്ട്, മിനല്ലാഹി, അള്ളാഹിൻ്റെ വക്കൽ നിന്ന്, ഫദ്ലൻ കബീറാ, ഫദ്ലൻ കബീറുണ്ട്. ആ ഫദ്ലൻ കബീർ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിൽ വരും. വായിച്ചു ഫദ്ലൻ കബീർ ഉണ്ട് എന്ന്
ഒരു മുബഹമാക്കി പറിച്ചേക്കുക. പറഞ്ഞു വെച്ചാൽ എന്താന്ന് പിന്നെ പറയും ഇൻഷാ അല്ലാഹ്. അമറല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് കൽപ്പിച്ചു, നബിയെ എന്ത് കൽപ്പിച്ചത്? യുബശ്ശിറുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ. എന്തുകൊണ്ട്? ബിൽ ഫദ്ലി കബീർ മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കയ്യിൽ നിന്നുള്ള ഫദ്ലും കബീർ ഉണ്ടെന്നുകൊണ്ട്. വഖദ് ബയ്യനല്ലാഹു തആല അൽ ഫദ്ലൽ കബീറ, അല്ലാഹു ഫദ്ലും കബീറിനെ അല്ലാഹ് വിവരിച്ചിട്ടുണ്ട്. ഫീ ഖൗലിഹി, അല്ലാഹുവിന്റെ മറ്റൊരു ഖൗലിൽ. അതാണ് ആ ഖൗല്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഫീ റൗളാത്തിൽ ജന്നാത്ത് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതാണ് ഫദ്ലുൽ കബീർ എന്ന് അല്ലാഹു വേറെ തൊടിയിൽ പറഞ്ഞത്. അതാണ് ആ ഫദ്ൽ. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സത്യം വിശ്വസിക്കുകയും സാലിഹാത്തിനെ കർമ്മപദത്തിൽ കൊണ്ടുവരികയും ചെയ്ത ആളുകളാകുന്നത് ഫീ റൗളാത്തിൽ ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളിലാണ് അവര്. ലഹും അവർക്കുണ്ട് മയശാഊന, അവർ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയുണ്ടോ ആ അനുഗ്രഹം മുഴുവനും അവർക്ക് കിട്ടാനുണ്ട്. എന്താ? റബ്ബിഹിം, റബ്ബിൻ്റെ അടുക്കൽ. വേണ്ടതൊക്കെ ഇങ്ങോട്ട് കിട്ടുക. എന്താ വേണ്ടത്? വേണ്ടത് കിട്ടും. അതിനെപ്പറ്റി അല്ലാഹ് പറയാണ്, ദാലിക, ഈ റൗളാത്തുൽ ജന്നാത്തിലെ പ്രവേശനവും ഉദ്ദേശവും കിട്ടുക എന്നുള്ളതാകുന്ന ഹുവൽ ഫദ്ലു അൽ കബീർ, അതാണ് ഫദ്ലുൻ കബീർ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ ഫദ്ലുൻ കബീർ ഉണ്ട് എന്ന് നബിയെ തങ്ങൾ സന്തോഷത്തെ അറിയിക്കണം എന്ന് പറ്റോടത്ത്. വഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ ഖൗലിന്റെ ഉദ്ദേശം, വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, കാഫിറിനും മുനാഫിക്കീങ്ങൾക്കും തങ്ങൾ വഴിപ്പെടരുത് നബിയെ എന്ന് പറഞ്ഞ കൗലിൻ്റെ ഉദ്ദേശം കാഫിരീന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന മിൻ അഹ്ലി മക്ക, മക്കാർക്ക് വഴിപ്പെടേണ്ട നബിയെ അല്ല പറഞ്ഞ് കേട്ടാൽ മതി. വൽ മുനാഫിഖീന, മുനാഫിക്കീങ്ങൾക്ക് വഴിപ്പെടേണ്ട നബിയെ എന്ന് പറഞ്ഞാൽ മിൻ അഹ്ലിൽ മദീന, മദീനക്കാർക്ക് വഴിപ്പെടേണ്ട നബിയെ എന്നാണ് അർത്ഥം. വദഅഹും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ ആ കുഫാറിൻ്റെയും ആ അഹ്ലുമക്കൻ്റെയും അഹ്ലുമദീനിൻ്റെയും ആൾക്കാരില്ല, രണ്ടാൾക്കാർ മുനാഫിക്കിനെയും കാഫിരിനെയും, ആ രണ്ട് വിഭാഗത്തിൻ്റെയും വെടങ്ങേറ് മുഴുവനും തങ്ങൾ അങ്ങനെ വിട്ടേക്ക് നബിയെ എന്ന് പറഞ്ഞാൽ ഐലാ തുജാസിഹിം അലൈഹി, അതിന് പകരമൊന്നും കാട്ടാൻ പോകണ്ട. നിങ്ങളുടെ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ വരൊന്നും ചെയ്യാൻ പോകണ്ട. വഹാദ, ഇത് മൻസൂഖും ബി ആയത്തിൽ കിതാൽ, കിതാലിൻ്റെ ആയത്തോടു കൂടി മൻസൂഖാണ്. ഇതോടുകൂടി കിതാലിൻ്റെ ആയത്തിറങ്ങിയതോടുകൂടി മൻസൂഖാണിത്. വതവക്കൽ അലല്ലാഹ്, അള്ളാഹിൻ്റെ മേൽ തവക്കുലുക്കാക്കിക്കോളി നബിയേ. അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് അമറഹു ബി തവക്കുലി അലൈഹി, അള്ളാഹിൻ്റെ മേൽ ഭരമേൽപ്പിക്കൽ കൊണ്ട് അള്ളാഹു മുത്തനബിയോട് കൽപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല വആനസഹു ബി ഖൗലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് വല്ലാത്തൊരു ശാന്തി കൊടുത്തു അള്ളാഹിൻ്റെ ഖൗല് കൊണ്ട്. വകഫാ ബില്ലാഹി വകീല, കഫൻ്റെ ഫായിലിൽ സായിദായ ഭാഗം അടക്കും. കഫൻ്റെ ഫായിലേ സായിദായ ഭാഗം എടുക്കും. അപ്പോൾ കഫാബില്ലാഹി എന്ന കഫല്ലാഹു എന്നതിനെ മാന, അല്ല മതി നബിയെ തങ്ങൾക്ക് വക്കീല, പരമേൽപ്പിക്കുന്നവരാൽ. അതിൻ്റെ വേക്കിൽ ഏത് വരും ചെയ്യും? തമ്മീസ് വരും ചെയ്യും. കഫൻ്റെ വേക്കിലേ, കഫൻ്റെ ഹസ്ബിൻ്റെ വേക്കിൽ ഇത് വരും, തമ്മീസ് വരും. പിന്നെ അപ്പോൾ മാന വക്കീലൻ ഹാഫിലൻ, അടാ ചെറിയ കിതാബിലൊക്കെ ഐ ഹാഫിലൻ ഐ കാണാം, അതിൻ്റെ ആവശ്യമില്ല ശരിക്ക്. അപ്പോൾ മാന വക്കീലൻ ഹാഫിലൻ മതി. വക്കീലൻ്റെ മാനയാകുന്നത് ഹാഫിലൻ. ഹാഫിലൻ എന്നാണ് അങ്ങനെ സുരക്ഷ പിന്നെ ഹിഫ്ള് നൽകുന്നവരായ നിലയിൽ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവനാൽ ആര് മതി? അല്ലാഹ് മതി. റുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, ഈ ഹദീസ് ഇങ്ങനെ തന്നെ മങ്കൂസ് മൗലിദിൻ്റെ തുടക്കത്തിലുണ്ട്. കുന്തു, ഞാനായിരുന്നു, മുത്തനബി പറയാണ്, നൂറൻ ബൈനയദില്ല, അല്ലാഹുവിൽ നൂറായിരുന്നു, കബലായി യഖ്ലുഖ ആദമ അലൈഹിസ്സലാം, അല്ലാഹു അലൈഹിസ്സലാം വിളക്കുന്നതിൻ്റെ മുമ്പ്, അൽഫയ്യാം, എത്ര മുമ്പ്? 2000 വർഷം മുമ്പ്, കുറേ കൊല്ലം മുമ്പ് എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മങ്കൂസ് മൗലിദ് നമ്മൾ പറഞ്ഞാണിത്. ഇവിടെ അങ്ങനെ 2000 കണക്കൊന്നുമില്ല. കാരണം സൂര്യനും ചന്ദ്രനും പടക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ മാതിരി അതിന് കണക്കും പിടിച്ചൊന്നും കേൾക്കാൻ കഴിയില്ല. എന്ന മാതിരി ആകാശഭൂമി നശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കണക്കൊന്നും പിടിക്കാൻ കഴിയും. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന് പടക്കുന്നത് 2000 മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മുമ്പ് നടത്തുള്ളൂ ഇപ്പോൾ അതിന്. പിന്നെ യുസബ്ബിഹുല്ലാഹ ദാലിക്കൻ നൂറു, ആ നൂർ അള്ളാഹുവിനിക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തുസബ്ബിഹുൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഴുക്കയും. അലിഫലാം ഇസ്തിഗ്റാഖിൻ്റെ അലിഫലാമാണെങ്കിലേ എല്ലാ മലക്കും തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് മലക്കുകൾ അങ്ങനെ, അതല്ലെങ്കിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ അങ്ങനെയൊക്കെ ആകാം. പിന്നെ മലക്കുകൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. തസ്ബീഹി, ആ നൂറിൻ്റെ തസ്ബീഹിനോടൊപ്പം
ആ നൂറ് അള്ളാഹു തസ്ബീഹ് ചെല്ലുമ്പോൾ അതിനൊപ്പം മലക്കുകൾ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. പിന്നെ ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചപ്പോൾ ദാലിക നൂറ, നൂറിനെ അള്ളാഹു ഇൽഖാ ചെയ്തു, ആവഹിച്ചു. എങ്ങോട്ട്? ഫീ തീനത്തിഹി, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ആ കളിമണ്ണിലേക്ക് ആ നൂറിനങ്ങ് ആവഹിച്ചു. ഫഅഹ്ബതനി അല്ലാഹു തആല, അല്ലാഹു തആല എന്നെ ഇറക്കി ഫീ സുൽബി ആദം, ആദം അലൈഹി സ്വലാമിൻ്റെ സുൽബിലായ നിലയിൽ. അങ്ങനെ വെക്കണം അവിടെ. ഞാൻ ആദം അലൈഹി സ്വലാമിൻ്റെ സുൽബിലായ നിലയിൽ അള്ളാഹു എന്നെ ഇറക്കി. അങ്ങോട്ട് ഇറക്കിയില്ലായിരുന്നു, ഈ ഭൂമിയിലേക്ക് ഇറക്കിയില്ല. നൗതാല കഹബത്തിനോടാ, അല്ലാതെ എന്നോടല്ല, സുൽബിനോടല്ല, അർളിലേക്ക് ഇറക്കി. വഹമലനി, അള്ള എന്നെ ചുമന്നു. ഫി സഫീനത്തി, ഞാൻ തന്നെ കപ്പലിലാ നിലയിൽ. ഫി സുൽബി നൂഹ് ജഅലനീന ജഅലനി ഫി സഫീനത്തി, അല്ലാഹു എന്നെ കപ്പലിലാക്കി, ഞാൻ തന്നെ. ഫി സുൽബി നൂഹ്, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിലായ നിലയിൽ കപ്പലിൽ അള്ളാഹു എന്നാക്കി. ഹമലനി എന്നാണ് ഈ കാര്യം ഉണ്ടാകുക. ജാലനി എന്നാണുള്ളത് അല്ലേ? ഹമലനി എന്നാണ് ഏറ്റവും നന്നാകുക. പിന്നെ വാ ജാലനി, ഇഞ്ഞ് ജാലനി തന്നെയാണ് അവിടെ. അപ്പോൾ ജാലനി അള്ള എന്നാക്കി. എവിടെ ആക്കി? ഫിന്നാറി, തീക്കുണ്ടാരത്തിലാക്കി എന്ന് ഫീൻ്റെ വേക്കിൽ വരുന്നുണ്ട്. ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിലായ നിലയിൽ അൽ ഖലീൽ അലൈഹിസ്സലാം. ഹീന ഖുദിഫ ബിഹി, മഹാനരെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട നേരത്ത് ആദം ഇബ്രാഹിം അലൈഹി സ്വലാം സുൽബില നിലയിൽ അള്ളാഹു എന്നെ ആക്കി. ഫിന്നാരി, തീക്കുണ്ടാരത്തിലാക്കി. നീ ഫീനുത്താലൊക്കെ അങ്ങട്ടാണ്. എവിടേക്ക്? ഫി ജാലിനിമക്ക് അങ്ങട്ടാണ്. അല്ലാതെ കുതിഫ ബിഹി ഫിന്നാർ എന്ന് പറഞ്ഞത് കുതിഫമക്കല്ല. പിന്നെ വലം യസൽ യൻകുലുനീ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നീക്കുന്നവരായിക്കൊണ്ടേയിരുന്നു. മിനൽ അസ്ലാമി ത്വാഹിറ, പരിശുദ്ധമാതായിരിക്കുന്ന മുതുകുകളിൽ നിന്ന്, ഇലൽ അർഹാമി സക്കിയത്തിൽ ഫാഹിറ, നല്ല ഫഖറുള്ളതായിരിക്കുന്ന പരിശുദ്ധമാതായിരിക്കുന്ന ഗർഭാശയങ്ങളിലേക്ക് അങ്ങനെ 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 പോന്ന് താഹറജനി അള്ളാഹു, അള്ളാഹു എന്നെ പുറപ്പെടുവിച്ചു. മിമ്പൈനി അബുവയ്യ, എൻ്റെ ആദം അതുപോലെ തന്നെ അബ്ദുള്ള എന്നീ ദമ്പതികളാവുന്ന മാതാപിതാക്കൾക്കിടയിൽ നിന്ന് അള്ളാഹു ഇഖ്റാജ് ചെയ്തു. വലം യൽതഖിയാ, എൻ്റെ ഒരു ഉമ്മയും ഉപ്പയും കണ്ടുമുട്ടിയിട്ടില്ല. അലാസിഫാഹിൻ, പിന്നെ ദുഷിച്ച വഴീൻ്റെ മേലിൽ, യഥാർത്ഥ വഴിയല്ലാത്ത നിക്കാഹാവുന്ന യഥാർത്ഥ വഴിയല്ലാത്ത ദുഷിച്ച വഴീൻ്റെ മേൽ എന്ത് ചെയ്തിട്ടില്ല? കണ്ടുമുട്ടിയിട്ടില്ല. കത്തൂ, തീരത്തന്നെ. ശരി. തനക്കൽത ഫീ അസ്ലാബി അർബാബി സൂദദി കദ ശംസു ഫീ അബ്റാജിഹാ തനക്കലൂ